പാലക്കാട് കൈക്കൂലി കേസിൽ GST ഉദ്യോഗസ്ഥർക്ക് കൂട്ട സ്ഥലം മാറ്റം. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലുള്ള 15 ഉദ്യോഗസ്ഥരെ മലപ്പുറത്തേക്കാണ് സ്ഥലം മാറ്റിയത്. 3 ലക്ഷം കൈക്കൂലി വാങ്ങിയ GST ഇൻസ്പെക്ടർ പിടിയിലായിരുന്നു. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനേഷ് കുമാർ, ഒരു നടപടി എന്ന നിലയിൽ തന്നെയാണ് ഈ സ്ഥലം മാറ്റം എന്ന് കരുതാം. വിവരങ്ങൾ. പ്രജിത്ത്, നമുക്കറിയാം പാലക്കാട് കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് GST വരുന്നതിൻ്റെ മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ അഴിമതിയും കൈക്കൂലിയും വാളയാർ മുതൽ ഇങ്ങോട്ട് പാലക്കാട് പട്ടാമ്പി വരെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കേസുകൾ നിരവധി ഉണ്ടായതാണ്. എന്നാൽ GST വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള കൈക്കൂലിയും അഴിമതിയും ഉണ്ടാവില്ല എന്ന് വലിയ രീതിയിൽ പ്രചാരണം നടക്കുന്ന ഒരു കാലത്താണ് ഇത്തരത്തിൽ വലിയ അഴിമതിയും അതുപോലെ തന്നെ കൈക്കൂലിയും ഈ GST ഉദ്യോഗസ്ഥർക്കിടയിലും ഉണ്ടാവുന്നു എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 15 ഉദ്യോഗസ്ഥരെയാണ് ഒറ്റയടിക്ക് GST സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇവരെ സ്ഥലം മാറ്റിയിരിക്കുന്നത് തൊട്ടടുത്ത ജില്ലയായ മലപ്പുറത്തേക്ക് തന്നെയാണ്. കാരണം ഇവർക്ക് കഴിഞ്ഞ ജനുവരിയിൽ ഇതുപോലെ തന്നെ ഒരു GST ഉദ്യോഗസ്ഥൻ 3 ലക്ഷം രൂപ അവിടുത്തെ ആക്രി സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനത്തിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിരുന്നു. ഇയാളെ വിജിലൻസ് പിടികൂടിയതിന് ശേഷം നടത്തിയ ഈ GST വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നുണ്ട്, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കടത്തു സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി. എന്തായാലും ഇത്തരത്തിൽ ഈ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ വ്യാപകമായി 15 പേരെയും സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഇവരെ മലപ്പുറത്തുള്ള ഓഡിറ്റിംഗ് GSTയുടെ ഓഡിറ്റിംഗ് വിഭാഗത്തിലും അതുപോലെ തന്നെ ടാക്സ് പെയർ സർവീസ് വിഭാഗത്തിലേക്കുമാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. എസ് വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.